പ്രധാനമായിട്ടും ഈ ഡിഗ്രിയോടൊപ്പം അവരെന്ത് ചെയ്യണം, ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഒരു ഇൻകം കിട്ടാൻ ഇത് സാധിക്കും. ഉദാഹരണത്തിന് നമ്മളെ നാട്ടിലൂടെ റൂട്ടിലോടുന്ന ബസ്സിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് നമ്മളെ നാട്ടും പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ കിളികളുണ്ടായിരുന്നു. രണ്ട് കിളികളുടെ ജോലി നഷ്ടപ്പെട്ടു. ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും ഒരു കുട്ടിയെ നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് പറഞ്ഞയച്ചെങ്കിൽ മാത്രമാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഇൻഡസ്ട്രി പരിചയപ്പെടാനും അതേപോലെ തന്നെ ആ ഇൻഡസ്ട്രിയിൽ അവന് പഠിക്കാനുള്ള എന്തെല്ലാണ് അവൻ ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലേക്ക് വിരിച്ചു. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എക്യുപ്ഡ് അല്ല, അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് എന്തല്ല, പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകൾ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. ഫോറിൻ കൺട്രീസിലേക്ക് ഇവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ കാണുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കുറവാണ്. നമ്മുടെ കുട്ടികളെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് നമ്മളുടെ ഈ ഡിഗ്രിയെ അതിന് ഇക്വലൻ്റ് ആക്കാൻ വേണ്ടി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷന് പറ്റുന്ന വിധത്തിൽ നമുക്ക് ഈ പുതിയ ഡിഗ്രി സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് നമ്മൾ പുതിയ എഡ്യൂക്കേഷൻ പോളിസി. നേരത്തെ അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ മോഡൽ പറയുന്നത് ഫിൻലാൻഡിൻ്റെ മോഡലാണ്. ഫിൻലാൻഡിൻ്റെ മോഡൽ എടുത്ത് നമ്മൾ പറയുക, അവിടെ എന്താ വെച്ചാൽ 6 വയസ്സായ കുട്ടിയെ പഠിപ്പിക്കാനും എഴുതാനും അവർ പഠിപ്പിക്കുന്നുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സിസ്റ്റം വളരെ ഡിഫറൻ്റ് ആണ്. ഇപ്പം നമുക്കൊരു ഗ്ലോബലൈസേഷൻ യുണീക്ക്നെസ് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ സെറ്റിൽ കൊണ്ടുവരാൻ ഈ NEPക്ക് സാധിച്ചു. NEP കൊണ്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഒന്ന്, കുട്ടികളുടെ ജോബ് പ്രൊഫൈൽ വർദ്ധിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം കുട്ടികൾക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ, അതിൻ്റെ ഇടയിൽ കോഴ്സുകൾ പാസ്സാകാനുള്ള അവസരം, 4 വർഷം ഡിഗ്രി കഴിയുന്നതിനിടയിൽ മൾട്ടി ഡിസിപ്ലിനറി മേജർ മൈനർ സബ്ജക്റ്റുകളൊക്കെ കുട്ടികൾ സംശീകരിക്കാനുള്ള അവസ്ഥ വരും. അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രികളെ ഇൻ്റർണലൈസേഷൻ നടത്താൻ പറ്റും. കാരണം പല രാജ്യങ്ങളിലും 3 ഇയർ ഡിഗ്രികൾ ഒരു ഡിപ്ലോമ കോഴ്സുകൾ പോലെയാണ് കാണുന്നത്. 4 ഇയർ ഓണേഴ്സ് ഡിഗ്രികളാണ് അവർ PGക്കും മറ്റും വേണ്ടി അവർ ക്വാളിഫിക്കേഷനായി കാണുന്നത്. അതേപോലെ തന്നെ ഒരു റിസർച്ച് പരാമർശിച്ചൊരു കാര്യമുണ്ട്, ജോലി 4ാമത്തെ വർഷത്തേക്ക് കുട്ടിക്ക് ഒന്നുകിൽ PGക്ക് പോവാം, 1 വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ റിസർച്ച് ഡയറക്റ്റ് 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് നെറ്റ് പരീക്ഷ കംപ്ലീറ്റ് ചെയ്ത് PhDയിലേക്ക് പോകാൻ പറ്റും. പാരൻസിനിടയിലും ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ, ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികളുടെ ഇടയിലും വരുന്ന വലിയൊരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ 4 ഇയർ ഡിഗ്രിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം, നമുക്ക് ജോബ് കിട്ടുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. വലിയ ആശങ്കയാണ്. പക്ഷേ ഇപ്പം നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നമ്മളോട് തന്നെ പല ഫേംസ്, പല ഇൻഡസ്ട്രി പറയുന്നുണ്ട്, സ്കില്ലായ കുട്ടികളുണ്ടോ നമ്മൾ ജോലി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവരെ നമ്മളിപ്പം പ്രധാനമായിട്ടും ഈ ഡിഗ്രിയോടൊപ്പം അവരെന്ത് ചെയ്യണം, ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഒരു ഇൻകം കിട്ടാൻ ഇത് സാധിക്കും. അങ്ങനെ പഠനം വളരെ അട്രാക്റ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരിയർ എന്താണ്, നേരത്തെ ഉണ്ടായിരുന്ന ചില ജോലികളൊക്കെ ഇല്ലാതാവുമ്പോൾ പുതിയ ജോലികൾ വരും. ഉദാഹരണത്തിന് നമ്മളെ നാട്ടിലൂടെ റൂട്ടിലോടുന്ന ബസ്സിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് നമ്മളെ നാട്ടും പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ കിളികളുണ്ടായിരുന്നു. രണ്ട് കിളികളുടെ ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ പകരം അവിടെ വന്നിരിക്കുന്ന ഓട്ടോമാറ്റിക് ഡോറ്. അപ്പോൾ ആ ഡോറിൻ്റെ ഒരുപാട് വർക്കുകൾ, അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ഒരുപാട് സംവിധാനങ്ങളിലേക്ക് സ്കിൽഡായ ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായ കോഴ്സ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ടെക്നോളജി അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കുട്ടികൾക്ക് മാറാൻ പറ്റിയാൽ കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ആയി. 4 ഇയർ ഡിഗ്രിയിൽ എളുപ്പം ഇൻറ്റേൺഷിപ്പ് കടന്നു വന്നിട്ടുണ്ട്. ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ന്യൂനത എന്ന് പറയുന്നത് വെറും 60 മണിക്കൂർ മാത്രമാണ് ഇൻറ്റേൺഷിപ്പ് നടത്തണം എന്ന് പറഞ്ഞത്. അതും വെക്കേഷൻ ടൈമിൽ നടത്തണം എന്നാണ്. അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ 4 ഇയർ ഡിഗ്രി നടപ്പിലാക്കുന്ന വിഭാഗമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞ് ഈ 60 മണിക്കൂർ കൊണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആവില്ല. അതുകൂടാതെ ഒരു ബിസിനസ് സ്ഥാപനം അത് കൊടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഒരു യൂസ്ഫുൾ ആവില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും ഒരു കുട്ടിയെ നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് പറഞ്ഞയച്ചെങ്കിൽ മാത്രമാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഇൻഡസ്ട്രി പരിചയപ്പെടാനും അതേപോലെ തന്നെ ആ ഇൻഡസ്ട്രിയിൽ അവന് പഠിക്കാനുള്ള എന്തെല്ലാണ് അവൻ ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലേക്ക് വരികയും. അപ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളോട്. നമ്മുടെ ചുറ്റിലും 100 കണക്കിന് ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫേംസ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഡിഗ്രി കഴിയുന്ന വിദ്യാർത്ഥികൾ ചെന്ന് ചേരുന്ന
ഫേമിലേക്ക് ആവശ്യമായ സ്കിൽഡായ ഒരു ലേബറായി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സായി ഈ ഒരു വിദ്യാർത്ഥി രൂപപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ രൂപപ്പെടുകയാണ്. കാരണം ഇവരെ സിലബസുമായി ബന്ധപ്പെട്ടോ കരിക്കുലമായി ബന്ധപ്പെട്ടോ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള രൂപത്തിലുള്ള ഒരു വിദ്യാർത്ഥി രൂപപ്പെടലല്ല നമ്മളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നുള്ള വലിയൊരു പ്രശ്നമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു ഗ്യാപ്പ് വരികയാണ്. ഇൻഡസ്ട്രി ഒരു ഭാഗത്തുകൂടെ അവരുടെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളായിട്ട് പോകുന്നു. അതോടൊപ്പം നമ്മളുടെ യൂണിവേഴ്സിറ്റികൾ ഒരു സിലബസും എക്സാമും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങനെയും പോകുന്നു. അപ്പോൾ കുട്ടി നേരെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ചെന്ന് ചേരുന്ന ഈ ഫേമിൽ ഇപ്പം പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൃത്യമായി ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളിൽ IIM IIT പോലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഈ ഒരു ലെവലിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കൂ. ഇതൊന്നും ഒരു പ്രീമിയം ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ IIM-ലാണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പോൾ ഉള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം മാത്രമേ നടക്കുന്നുള്ളൂ. സിലബസുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടക്കുന്നു, എക്സാമിന് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുന്നു, എക്സാമിൽ കുറച്ച് മാർക്ക് വാങ്ങുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങി കുട്ടി തിരിച്ചു പോകുന്നു. അതിനൊരു പ്രധാനപ്പെട്ട ന്യൂനത എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ കരിക്കുലത്തിൽ എന്തില്ല, ആ തരത്തിലുള്ള ഒരു ഇൻറ്റേൺഷിപ്പോ ട്രെയിനിങ്ങോ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഉദാഹരണമായിട്ട് ഒരു അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് തിയറീസും ബേസിക് നോളജും അറിയാമെന്ന് മാത്രമല്ലാതെ ഒരു അക്കൗണ്ടിങ് പ്രോബ്ലം എങ്ങനെ ഒരു ആക്ച്വലായിട്ടുള്ള ഒരു കടയിൽ എങ്ങനെ അവിടെയുള്ള കാര്യങ്ങളെ അക്കൗണ്ട് ചെയ്യാം, അവിടെ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് എങ്ങനെ അക്കൗണ്ട് ചെയ്യാം, അത് സോഴ്സ് ഡോക്യുമെൻറ്റിലേക്ക് എന്തെല്ലാം വരേണ്ടതുണ്ട്, ഈ കാര്യങ്ങൾ പോലും ശരിക്കും നമ്മൾ സ്വിമ്മിങ് പഠിക്കണ്ടല്ലോ, നീന്തലിൻ്റെ കാര്യം അതേപോലെ. കാരണം നീന്തൽ നമ്മൾ പേപ്പറിൽ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ കുട്ടിക്ക് നീന്താൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ സ്ഥാപന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എക്യുപ്ഡ് അല്ല, അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് എന്തല്ല എക്യുപ്ഡ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകൾ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, ആ സംവിധാനങ്ങളില്ല. മാത്രമല്ല ഈ കുട്ടികൾ ഇതേപോലെ ഓറിയൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തഡോളജിയും അവരെന്ത് ചെയ്യുന്നില്ല, നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളിലേക്ക് ഇത്തരം ത്രെഡ് ഇട്ട് കൊടുത്താൽ ഇത്തരം ഇൻറ്റേൺഷിപ്പിന് വേണ്ടി കുട്ടികൾ തയ്യാറാവും. പക്ഷേ അതിനുള്ളൊരു ഫെസിലിറ്റി ഇപ്പോൾ കേരളത്തിലുള്ള UG കോളേജുകളിലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആ പ്രീമിയം ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഈ ഒരു ഫെസിലിറ്റി നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ആ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് 4 ഇയർ ഡിഗ്രി വിഭാവനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നടത്തിപ്പിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നുകൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററായ ഒരു ഓപ്ഷനായിട്ട് 4 ഇയർ ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും. അതിലൊരു പരിഹാരം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലുള്ള ജോബിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് ഈ കുട്ടികൾ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യണം. 4 വർഷം ആ കുട്ടി ഒരു ഡിഗ്രി ചെയ്യുന്നതോടൊപ്പം ഏത് ഇൻഡസ്ട്രിക്കാണോ ഇയാൾ ആപ്റ്റായിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുന്നു. അവിടെ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഈ 4 വർഷം കൊണ്ട് കുട്ടിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അപ്പോൾ അവനൊരു പ്രയാസമില്ലാതെ ഡിഗ്രി സോഫ്റ്റ് ടെക്നോളജി ഇപ്പോൾ നമ്മളെ കോഡിംഗ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ജോബിൻ്റെ സാധ്യതകൾ ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ട് മാറുകയാണ്. വെറുതെ ടെക്നോളജി അറിയാതെ സ്കില്ലില്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള ഒരു ചേഞ്ചിങ്, ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരാതിരുന്നാൽ നമ്മുടെ പുതിയ ജനറേഷൻ അത് വളരെ നഷ്ടമായിരിക്കും. ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് സാർ പറയുന്നത് പോലെ ഈ ഒരു ടെക്നോളജിക്കൽ പുതിയ ടൂൾ AI ടൂളുകളൊക്കെ നിരവധി AI ടൂളുകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ അവർ ഇനി ഇടപെടാൻ പോകുന്ന മേഖലകളിൽ എല്ലാ മേഖലയിലും എന്തായാലും AIയുടെ കടന്നുകയറ്റമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ടൂൾസ് ഓരോ ദിവസം എന്നുള്ള രൂപത്തിൽ അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതും കൂടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് കരിക്കുലത്തിൻ്റെ ഒരു റിവിഷൻ വരേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷനായിട്ട് പോകാൻ പറ്റും. അവിടെ അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം കുട്ടി ചിലപ്പോൾ സ്കിൽഡ് ആയിരിക്കും, ഒരു +2 കഴിഞ്ഞ കുട്ടി ഒരു ഫേമിൽ ചെന്ന് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും, പക്ഷേ അവൻ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഒതുങ്ങും. അതേസമയം അവന് അതോടൊപ്പം ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ പ്രൊമോഷനും കൂടെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചിന്തിക്കാതെയാണ് കുട്ടികൾ +2 കഴിഞ്ഞ് ഏതെങ്കിലും 6 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 1 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് മറ്റു ജോലികൾക്ക് ഫോറിൻ കൺട്രീസിലേക്ക് ഇവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ കാണുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കുറവാണെന്നുള്ളതാണ്.
അപ്പോൾ മറ്റു രാജ്യക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് പവർ കൂടി എന്ത് അതെ, ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടുപുറങ്ങളിൽ ബംഗാളികളാണെങ്കിലും മറ്റ് സ്റ്റേറ്റിലെ ആളുകളാണെങ്കിലും ഒന്നിച്ച് വന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് ഈ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്നതെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ. കോളേജുകളിലും സ്കൂളുകളിലും നമ്മൾ ലാംഗ്വേജുകൾ പഠിക്കുന്നുണ്ട്. ഈ ലാംഗ്വേജുകളിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കുന്നില്ല. അവർ പഠിക്കുന്ന ലിറ്ററേച്ചറാണ്. ഭാഷ പഠിക്കുന്നു എന്നുള്ള രൂപത്തിൽ, ഭാഷ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും അത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ ലിറ്ററേച്ചറുകൾ, വലിയ എഴുത്തുകാരുടെ ലിറ്ററേച്ചറുകളും മറ്റും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതും എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ ജയിക്കാനുള്ള മാർക്കിന് വേണ്ടി ആ കാര്യം മാത്രം കാണാപ്പാഠം പഠിച്ച് കുട്ടികൾ എക്സാമിന് പോയിട്ട് എഴുതുന്ന രൂപമാണ്. അപ്പം അതുകൊണ്ട് 2-3 വർഷം ഒരു ഭാഷ പഠിക്കുന്നത് കൊണ്ട് എന്ത് മെച്ചാണുള്ളതെന്ന് ചോദിച്ചാൽ ബിഗ് സീറോ ആയിരിക്കും. ആ ഒരു നോവലാണ് പഠിക്കുന്നതെങ്കിൽ ആ നോവൽ പോലും കുട്ടി വായിക്കുന്നില്ല. അല്ല, അത് അവരുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിരിക്കാം. പക്ഷേ നമ്മൾ ജോബ് എംപ്ലോയ്മെൻറ്റ് സെക്ടറിലേക്ക് വരുമ്പം അത് തീർത്തും എന്ത് ചെയ്യണം, കുട്ടിക്ക് ബാക്കിയുള്ളവരെ സ്കില്ലുകളൊക്കെ സ്വയം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മുടെ മറ്റു ഭാഷകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വലിയ നഷ്ടമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ കമ്മ്യൂണിക്കേഷൻ പവർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു ട്രെയിനിങ് സ്കില്ല് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത്, അവരുടെ നീഡ് എന്താണോ അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ട് നമ്മൾ കുട്ടികൾ വരും. അല്ല, കുട്ടികളിപ്പം പഠിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് മൊബൈലിൽ എന്തെല്ലാം ചെയ്യാനുള്ള സാധനങ്ങളുണ്ടോ അതേ അവർക്കറിയൂ. അതവർ മലയാളം എഴുതുകയാണെങ്കിൽ ഇംഗ്ലീഷിലാഇപ്പോൾ എഴുതുക. ആ രൂപത്തിലേക്കാണ് നമ്മളെ എക്സാം പേപ്പർ വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ പുതിയ മാറ്റം. മലയാളമാണ്, പക്ഷേ എഴുതുന്നത് ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, ഇംഗ്ലീഷ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രൂപത്തിലാണ് അത് അതിനകത്ത് വന്നിരിക്കുന്നത്. അതവർ അത് മൊബൈലിൽ അത് ടെക്സ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരു രീതിയാണ്. +2 കഴിഞ്ഞതിന് ശേഷം പല വിദ്യാർത്ഥികളും ചേരുന്ന കോഴ്സുകൾ, ഇപ്പോൾ ഷോർട്ട് ടേം കോഴ്സുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ചെറിയ ചെറിയ കോഴ്സുകൾ, ചിലപ്പോൾ 6 മാസത്തെ കോഴ്സായിരിക്കും, ചിലപ്പോൾ 1 വർഷത്തൊക്കെ കോഴ്സായിരിക്കും. അതിൻ്റെ അംഗീകാരത്തെപ്പറ്റി ഒരു പക്ഷേ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിക്കും കൃത്യമായ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വ്യാജ യൂണിവേഴ്സിറ്റികൾ പോലും വർക്ക് ചെയ്യുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു, ബാംഗ്ലൂരിലേക്ക് പോകുന്നു, മൈസൂരിലേക്ക് പോകുന്നു. പലപ്പോഴും ആദ്യത്തെ 1-2 മാസം അവർക്കതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. ശേഷം അവരെത്തിപ്പെടുന്നത് ചിലപ്പോൾ മോറലി നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത പല മേഖലകളിലായിരിക്കും ഒരു പക്ഷേ അവരെത്തിപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള പ്രയാസങ്ങൾ എന്ന് പറയുന്നത് കോഴ്സ് കംപ്ലീറ്റ് ആവാതെ തിരിച്ചു വരുന്ന വലിയൊരു പ്രയാസം. നമ്മളുടെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്ന കുട്ടികളിൽ നിന്നും അതിൻ്റെ ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്, ഇപ്പം കാനഡയിൽ നിന്നും UK നിന്നൊക്കെ പല വിദ്യാർത്ഥികളും അവിടെ ചെന്നതിന് ശേഷം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളുടെയും ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട്. പ്രയാസങ്ങൾ വലിയൊരു ശതമാനം കുട്ടികൾ അവിടെ എത്തുകയും ചെറിയൊരു ശതമാനത്തിന് മാത്രം ഹൈ പ്രൊഫൈൽ ടൈപ്പ് ലൈഫിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രയാസങ്ങളില്ലാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കേരള എൻവയോൺമെൻറ്റിൽ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം സാധ്യമാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് കൂടെ ഈ കാര്യത്തിൽ. അതിൽ ഈ പാരൻസിനെ സംബന്ധിച്ച് അവർ വളരെ ആകുലതയിലാണ്. ഒരു കുട്ടിയെ നമ്മൾ ഏത് കോഴ്സിനും ചേർക്കണം എന്ന രൂപത്തിൽ. അപ്പം സാധാരണ കേസിൽ ഇപ്പോൾ കാണുന്നത് ഈ കുട്ടികൾ ഓരോ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് പാരൻസിനോട് പറയുകയാണ്, എനിക്ക് ഇന്ന കോഴ്സിന് പോകണം. അങ്ങനെയുള്ള ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ് കോഴ്സിന് പോയിട്ട് ഞങ്ങൾ അനുഭവത്തിൽ പറയാം, ആ കുട്ടികൾ കോഴ്സ് കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് ഇത് PSC എക്സാം എഴുതാൻ പറ്റുന്നില്ല, അതേപോലെ ഈ കോഴ്സിന് അംഗീകാരമില്ല, മറ്റേ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്നില്ല. വലിയ ഫീസ് കൊടുത്തിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ കേരളത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളൊരു പാഷനായിട്ട് ഇതിന് ചേർന്ന് പിന്നെ പഠനം കഴിഞ്ഞ് വരുമ്പോഴാണ് പിന്നെ ഈ കുട്ടികൾക്ക് ഒന്നിനും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒരു നല്ലൊരു. അതെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജോബ് നൽകുന്ന ഒരു സംവിധാനമാണ് PSC സിസ്റ്റം. അതുപോലത്തെ കേരളത്തിലാണ് UPSC സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ഒരുപാട് കുട്ടികൾ ഇപ്പം ചെയ്യുന്നുണ്ട് ആ കോഴ്സുകൾ. അതായത് അതിൻ്റെ പിന്നെ എൻട്രൻസ് എക്സാമുകൾ കാര്യങ്ങളൊക്കെ കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത്തരം പരിശീലനം പാരൻസിൻ്റെ സൈഡിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളത്, ഇപ്പം വളരെ റീസെൻ്റായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പാരൻസ് ചോദിക്കാറുണ്ട് കുട്ടിയെ എങ്ങോട്ടേക്ക് ഇനി ഹയർ സ്റ്റഡീസിന് വിടണമെന്ന്. അപ്പോൾ നമ്മൾ അവരൊക്കെ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി ആദ്യം ഈ ഡിഗ്രി പഠിക്കട്ടെ. നല്ലൊരു ഡിഗ്രി എടുത്തിട്ട് പുതിയ സാധ്യതകളുള്ള BBA, അതേപോലെ സോഷ്യൽ സയൻസ്, ഇതേപോലെയുള്ള ഡിഗ്രി പഠിച്ചിട്ട് അവർക്ക് നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവരെ നന്നായി ട്രെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫാക്ടറിയിലോ ഇൻഡസ്ട്രിയിലോ ഒക്കെ നമുക്ക് അവരെ എത്തിക്കാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
പാരൻസിനും അഡ്വൈസ് ചെയ്യാറുള്ളത്. സാറ് പറഞ്ഞ സർക്കാർ ഉദ്യോഗങ്ങൾ, അപ്പം PSC ആണെങ്കിലും UPSC ആണെങ്കിലും SSC ആണെങ്കിലും RRB ആണെങ്കിലും തുടങ്ങി വിവിധങ്ങളായ റിക്രൂട്ടിംഗ് ഏജൻസികളുണ്ട്. അപ്പോൾ ആ ഏജൻസികളുടെയൊക്കെ വലിയ നിലയിലേക്കുള്ള പോസ്റ്റിംഗ് നടക്കുന്നത് ഡിഗ്രി ആയിരിക്കും അവരുടെ ബേസിക്കായ ക്വാളിഫിക്കേഷൻ. അപ്പോൾ 10th കഴിഞ്ഞ പണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പല കോഴ്സുകളുടെയും ബേസിക്കായ ക്വാളിഫിക്കേഷൻ 10th പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പല കോഴ്സുകളുടെയും ബേസിക്കായ ക്വാളിഫിക്കേഷൻ +2 ആയിട്ട് മാറി. ഇനി ഒരു പക്ഷേ നിരവധി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ചെറിയ ജോലികൾക്ക് പോലും പിന്നെ ഡിഗ്രി ബേസിക്കായ ക്വാളിഫിക്കേഷൻ ആവാനുള്ള ഒരു സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ ഇനി BEd TTC പോലെയുള്ള ഈ കോഴ്സുകളൊപ്പം തന്നെ ഡിഗ്രി ഉള്ളവർക്കാണ് അതിന് ക്വാളിഫിക്കേഷൻ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്ലാൻ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ BEd സിസ്റ്റം മാറിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഡിഗ്രിയുള്ള കോളേജിലേക്ക് അത് അഫിലിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിഗ്രിയുടെ കൂടെ വരാം. അതായത് ഇപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നടക്കുന്നത് 5 വർഷ ഡിഗ്രി കോഴ്സ് NIT വരെ ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ആയ കോഴ്സ്, അതപ്പോൾ അവസാനം ആ കുട്ടി ഇറങ്ങുന്ന സമയത്ത് BEd കോഴ്സുകൾ ടീച്ചറായിട്ട് മാറുന്ന രൂപം. ഇപ്പോൾ PG പഠിക്കാൻ വേണ്ടി ഹൈദരാബാദ്, ഡൽഹിയിലൊക്കെ നമ്മൾ കുട്ടികൾ പോകുന്നുണ്ട്. അതിനവർ പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ സിലബസുമായിട്ട് കുറച്ചുകൂടിയും എന്താണ് പവർഫുൾ ആയിട്ടുള്ള ഡെപ്തിലുള്ള സിലബസാണ് എന്ന രൂപത്തിൽ അങ്ങോട്ട് പോകുന്നത്. മാത്രമല്ല അവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ട് എന്നവർ പറയുന്നു. ആ ഒരു ലെവലിലേക്കാണ് അവർ ഹയർ സ്റ്റഡീസിനൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്ന ഈ സിലബസ് റിവൈസ് ചെയ്ത് വരുന്നു. അതിന് അനുയോജ്യമായ രീതിയിൽ ഈ കുട്ടികൾ എന്ത് ചെയ്യുക, അതിനോട് ഒത്തുപോകുന്ന രൂപത്തിലുള്ള ഒരു കരിക്കുലം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കുക. ഇപ്പം എൻവിസേജ് ചെയ്ത പോലെ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റിന് കിട്ടുന്ന ഒരു സാധ്യതയുള്ള രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം കൂടിയും ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുത്താൽ വളരെ നന്നായിരിക്കും. അല്ല, ഇവിടുന്ന് നമ്മളുടെ നാട്ടിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കുട്ടികൾ പോകുന്നതിന് പകരം, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം റിവേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കേരള എഡ്യൂക്കേഷൻ സിസ്റ്റം സ്വായത്തമാക്കാൻ വേണ്ടി നമ്മളുടെ നാട്ടിലേക്ക് കുട്ടികൾ വരുന്ന രൂപത്തിലേക്ക് തന്നെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിലുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വന്ന് പഠിക്കുന്ന രൂപത്തിലേക്ക് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്ന രൂപത്തിൽ ഈ 4 ഇയർ ഡിഗ്രിയെ യഥാർത്ഥത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ തുടക്കമായതുകൊണ്ടുള്ള ഒരു പ്രാരംഭഘട്ടത്തിലുള്ള പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അത് 1-2 കൊല്ലങ്ങൾ കൊണ്ട് അത് കൃത്യമാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരിക്കും ആ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് കോളേജുകളാണ് എന്നുള്ളതാണ്. കാരണം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം, UGCയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്ന് മാത്രമാണ്. അതേ അവസരത്തിൽ അതിൻ്റെ റൂട്ട് ലെവൽ ചെയ്യേണ്ടത് കോളേജുകളാണ്. കോളേജുകൾ ആ സിസ്റ്റത്തിലേക്ക് അങ്ങനെ ചെയ്യുന്ന കോളേജുകൾക്ക് ഇനി നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അല്ല വെറുതെ ഒരു കൺവെൻഷണൽ ഡിഗ്രി കൊടുത്തുകൊണ്ട് ഒരു കോളേജിനും ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ കോളേജിലേക്ക് നമുക്കിനി കൺവേർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായി വരും.